അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ഉടൻ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ലക്ഷക്കണക്കിന് പേരെ പിരിച്ചുവിടാനാണ് സാധ്യത. സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി ബിൽ വീണ്ടും ഇന്നലെ സെനറ്റിൽ പരാജയപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട്. വിസ്മയ, ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കുള്ള ധന അനുമതി ബില്ലിനാണ് ഇന്നലെ വീണ്ടും സെനറ്റ് അംഗീകാരം നിഷേധിച്ചത്. ഇന്നിപ്പോൾ ഈ ധനപ്രതിസന്ധിയുടെ അല്ലെങ്കിൽ അമേരിക്ക ഷട്ട് ഡൗണിലായിട്ട് രണ്ടാം ദിവസമാണ്. ഗവൺമെന്റ് സേവനങ്ങളെയും അതുപോലെ തന്നെ അത്യാവശ്യ സേവനങ്ങളെയും എല്ലാം തന്നെ ഷട്ട് ഡൗൺ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നത്തെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഇതെങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി നഷ്ടമാകുമെന്ന ആശങ്ക എങ്ങനെയാണ് അവിടെ നിലനിൽക്കുന്നത്? അതുല്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അടച്ചുപൂട്ടൽ അവിടെയുള്ള അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് ജീവനക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെയായിരുന്നു ഒരു അടച്ചുപൂട്ടൽ ആഹ്വാനം നടത്തിയിരുന്നത്. ഇന്നലെയായിരുന്നു അതിൻ്റെ ആദ്യ ദിനം. അതിനുശേഷം ഇന്നാണ് രണ്ടാമത്തെ ദിനം. എന്തായാലും ഈ ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒരു അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള എത്രയോ പേരെ, അതായത് സാധാരണക്കാരടക്കം സർക്കാർ ജീവനക്കാരെ അടക്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഒരു അടച്ചുപൂട്ടൽ നീളുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക്. അതുപോലെ ഇതിൻ്റെ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു അടച്ചുപൂട്ടൽ എങ്ങനെ ജീവനക്കാരെ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ ബാധിക്കും എന്നത്, ഈ ഒരു അടച്ചുപൂട്ടൽ എത്രത്തോളം നീളും എന്നതിലിരിക്കും. അതായത് ഇനിയും ഇത് നീളുകയാണെങ്കിൽ ഇത് കൂടുതൽ ആൾക്കാരെയും അതുപോലെ തന്നെ ഈ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുക. എന്തായാലും അതുല്യ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു അനുവദിക്കുന്ന ബിൽ അത് ഒരു സമവായത്തിൽ, അതായത് രണ്ട് പാർട്ടിക്കാരെയും സമവായത്തിൽ എത്താത്തതോടുകൂടിയാണ് ഈ ഒരു അടച്ചുപൂട്ടലിലേക്ക് അവർ നീങ്ങിയത്. എന്തായാലും ഒരു പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഇവർ ഒക്ടോബർ 1 മുന്നെയാണ് സാധാരണ രീതിയിൽ അമേരിക്ക പാസ്സാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ ഈ ഒരു സമവായത്തിലേക്ക് എത്താനായില്ല. അതുകൊണ്ടാണ് ഈ ഒരു അടച്ചുപൂട്ടൽ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അടച്ചുപൂട്ടൽ അവിടെയുള്ള സാധാരണക്കാരെയും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരെയും വളരെയധികം പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു അടച്ചുപൂട്ടൽ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിൽ എന്തായാലും ആദ്യം തന്നെ സർക്കാർ ജീവനക്കാരും സാധാരണക്കാരുമാണ് പ്രതിസന്ധിയിലാവുക. അതിനുശേഷം ആരോഗ്യ സേവനം, അതിർത്തി സുരക്ഷ, വ്യോമയാനം തുടങ്ങിയുള്ള അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളാണ് നിലവിൽ തടസ്സപ്പെട്ടിരിക്കുന്നത്. ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്കയിൽ. അതുപോലെ തന്നെ 7.5 ലക്ഷം ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പോയേക്കും എന്നുള്ളൊരു അവസ്ഥയും കൂടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അടച്ചുപൂട്ടലിൻ്റെ ദൈർഘ്യം അനുസരിച്ചായിരിക്കും എത്രത്തോളം പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ടാവുമോ എന്നുള്ളത് വ്യക്തമാവുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ തൊഴിൽ കണക്കുകൾ പുറത്തുവിടുന്നതിലും സർക്കാർ ഏജൻസികൾ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സേവനം ലഭിക്കാതെ സാധാരണക്കാർ വലയുമെന്നൊരു അവസ്ഥയും ആ ഒരു അമേരിക്കയിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ സബ്സിഡി പദ്ധതികൾക്കും നടത്തിപ്പും ഈ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. ദേശീയ പാർക്കുകൾ, മ്യൂസിയങ്ങൾ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനവും നിലക്കും. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലും ഇതിൻ്റെ പ്രതിഫലനമുണ്ടാവും. മുഴുവനായി പറയുകയാണെങ്കിൽ അമേരിക്ക പ്രതിസന്ധിയിലാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു അടച്ചുപൂട്ടൽ ഈ ഒരു വിമാന സർവീസ് അടക്കം അതുപോലെ തന്നെ സാധാരണക്കാരെ അടക്കം എല്ലാം ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അടച്ചുപൂട്ടൽ അമേരിക്കയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോവുക. അതുല്യ. ശരി വിസ്മയ, സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി ബിൽ പാസ്സാക്കാതെ ഇരുന്നതോടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശമ്പളം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് പണമില്ലാതെ വന്നിരിക്കുകയാണ്. അത്യാവശ്യ സർവീസുകളായ ആരോഗ്യരംഗവും ഗതാഗതവും ഒഴികെയുള്ള എല്ലാ സർവീസുകളെയും ഇത് ബാധിക്കും. ലക്ഷക്കണക്കിന് ജീവനക്കാർ പിരിച്ചുവിടലിൻ്റെ വക്കിലാണ്. ഇന്ന് അമേരിക്കയുടെ ഷട്ട് ഡൗണിൻ്റെ 2ാം ദിനമാണ്. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.